ഒക്ടോബർ 7, അതായത് ഹമാസ് ഇസ്രായേലിൻ്റെ വടക്കൻ മേഖലയിൽ ആക്രമണം നടത്തുന്നു. പിന്നീട് അറിയാം, വാറ് ഏതാണ്ട് ഡിക്ലെയർഡ് വാറാണ് ഇസ്രായേൽ നടത്തിയത്. അമേരിക്കയുടെ ഇടപെടൽ 4ാമത്തെ പ്രാവശ്യമാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ആൻ്റണി ബ്ലിങ്കൻ, എക്സ്റ്റേണൽ അഫയേഴ്സ് സെക്രട്ടറിയാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷൻ. അദ്ദേഹം 4ാമത്തെ വിസിറ്റ് നടത്തുകയാണ് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ. പക്ഷേ ഇപ്രാവശ്യം പ്രാധാന്യമുണ്ട് ആ വിസിറ്റിന്. ആ പ്രാധാന്യത്തെ പറ്റിയാണ് പറയുന്നത്. ടർക്കിയുടെ സ്വഭാവം അറിയ ഉർദുഗോൻ ഇസ്രായേലിന് എതിരായിട്ട് ഹമാസിന് അനുകൂലമായിട്ട് നിൽക്കുന്നു, ഹമാസിന് വേണ്ടി ഫണ്ട് ചെയ്യുന്ന. അപ്പോൾ ഹമാസിൻ്റെ CEO എന്നാ പറയുന്നത് ഷഹീർ ജബ്രിൻ. ഈ ഷഹീർ ജബ്രിൻ ഏകദേശം 200ഓളം ദിവസം ഇസ്രായേൽ തടവിലായിരുന്നു. പിന്നീട് റിലീസായി. അതിനുശേഷം ലെബനനിലായിരുന്നു, പിന്നെ വെസ്റ്റ് ബാങ്കിലായിരുന്നു, അതിനുശേഷം ഗാസയിലായിരുന്നു. അതിനുശേഷമാണ് അവരുടെ ഫണ്ട് സമാഹരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടർക്കിയിലാണ്. അതായത് ഹമാസിന് എവിടെ നിന്നൊക്കെ ഫണ്ട് സമാഹരിക്കണം, ഹവാല ട്രാൻസാക്ഷൻ നടത്തണം. ടർക്കിയിൽ അതിൻ്റെ ബാങ്ക് ഒഫീഷ്യലായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പല അറബ് രാജ്യങ്ങളിലെ പല ബിസിനസ്സുകാരും ഹമാസിനെ സഹായിക്കുന്നത് ഈ റൂട്ടിലാണ്. അതായത് മുൻപ് കൊല്ലപ്പെട്ട സല അരൂരിയുമായിട്ട് ബന്ധം, ഹിസ്ബുള്ളയുമായിട്ട് ബന്ധം, ഇറാനുമായിട്ടുള്ള ബന്ധം. കാരണം ഇവരുടെയൊക്കെ ഫണ്ട് കൊണ്ടുവന്ന് അത് ഹമാസിന് അനുകൂലമാക്കി മാറ്റിയെടുക്കുക, ഇതാണ് അദ്ദേഹത്തിൻ്റെ. കാരണം വെപ്പൺസ്, ഇതിനൊക്കെ പണം കൊടുക്കണം, അതുണ്ടാക്കുന്നതിന് പണം കൊടുക്കണം. ഈ ഈ പറയുന്ന ഹമാസ്, ഇവർ പറയുന്ന അതിനകത്ത് ജോലി ചെയ്യുന്ന പോരാളികൾ എന്നവർ വിശേഷിപ്പിക്കുന്നവർക്ക് പണം കൊടുക്കണം. അപ്പം ഇതൊക്കെ ചെയ്യുന്നത് ഈ സഹർ ജബ്രീൻ എന്ന് പറയുന്ന ടർക്കിയിൽ താമസിക്കുന്ന ഹമാസിൻ്റെ ഒരു സീനിയർ നേതാവാണ്. ഇദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി പല ആവർത്തി അമേരിക്ക ആവശ്യപ്പെടുന്നു, ഇസ്രായേൽ ആവശ്യപ്പെടുന്നു. പക്ഷേ ഹമാസിനെ ഇന്നും ടർക്കി ഒരു ഭീകര സംഘടനയായിട്ട് കണ്ടിട്ടില്ല, ഒരു സ്വാതന്ത്ര്യ സംഭവമായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ടർക്കി ഇസ്രായേലിനെതിരെ ചില വാർണിങ്സ് കൊടുക്കുന്നു. നിങ്ങൾക്കറിയാം, ഉർദുഗോൻ ചില വാർണിങ്സ് ഒക്കെ കൊടുക്കുന്നു. ഇസ്രായേലി അംബാസഡറെ സമൻ ചെയ്യുന്നു. രണ്ടുപേരും പ്രശ്നം ഗുരുതരമായിട്ട് പോകുന്നു. ഇതേ സമയം തന്നെയാണ് ടർക്കിയും ഗ്രീസും തമ്മിൽ പ്രശ്നമുണ്ടാകുന്ന, ബോർഡർ ഇഷ്യൂ ഉണ്ടാകുന്നു, മറ്റുള്ള ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നു. അതിൻ്റെ കൂടെ തന്നെ സ്വീഡനുമായിട്ട് പ്രശ്നമുണ്ടാകുന്നു. അതായത് ഖുറാൻ കത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും സ്വീഡനെ നാറ്റോയിൽ അംഗമാക്കുന്നതിനെപ്പറ്റി ടർക്കി എതിർക്കുന്നു. പിന്നീട് ടർക്കി അതിനെതിരെ അനുകൂലിക്കുന്നു. സംഭവം പ്രശ്നം സീരിയസ് ആയി കഴിഞ്ഞപ്പം അമേരിക്ക ഇവരെ അങ്ങ് തണുപ്പിച്ചു. കാരണം ഉർദുഗാൻ ഗ്രീസിൻ്റെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റിനെയൊക്കെ പോയി കാണുന്നു, സംസാരിക്കുന്നു, സ്വീഡനുമായിട്ട് സംസാരിക്കുക, ഡയലോഗ്സ് ഉണ്ടാകുന്നു. വീണ്ടും ഇസ്രായേൽ ഇഷ്യൂവായിട്ട്, ഹമാസുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഉർദുഗാൻ ചില വാർണിങ്സ്, ഇൻറ്റിമിഡേഷൻ കൊടുത്തപ്പോൾ അമേരിക്കൻ എക്സ്റ്റേണൽ അഫയേഴ്സ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ ഗ്രീസിലാണ് പ്രധാനപ്പെട്ട സന്ദർശനം നടത്തിയത്. എന്നിട്ട് ഗ്രീസിനോട് വ്യക്തമായിട്ട് പറഞ്ഞു, അറ്റാക്കിന് തയ്യാറായിരിക്കുക. സ്വീഡനോടും പറഞ്ഞു. അതായത് ഉർദുഗോൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ, അതായത് ഇപ്പം നടക്കുന്ന ഇസ്രായേൽ ഹമാസ് അത് വീണ്ടും എസ്കലേറ്റ് ചെയ്യും, അത് ഹിസ്ബുള്ളയെ കയറി അടിക്കുക. അതായത് 2 ദിവസം മുമ്പ് ഇത്രയും വലിയ വാചകം അടിച്ച ഹിസ്ബുള്ളയുടെ നേതാവിനെ വരെ തട്ടി, അത് ബെയ്റൂട്ടിൽ പോയി. എന്നിട്ട് ഹിസ്ബുള്ള പെട്ടെന്ന് ചെയ്തത് 5 മുതൽ 6 കിലോമീറ്റർ ബോർഡറിൽ നിന്ന് പുറകോട്ടങ്ങ് മാറി, ഭയന്നു. കാരണം ഇറാനിലെ ബോംബ് സ്ഫോടനം, ഏകദേശം 100ഓളം പേര് കൊല്ലപ്പെട്ടു, ഇവരെല്ലാം തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് ഇവർ പിന്മാറുക. അപ്പം ഈ സമയത്താണ് അമേരിക്കൻ ഈ സെക്രട്ടറി അവിടെ പോകുന്ന ആൻ്റണി ബ്ലിങ്കൻ ഗ്രീസ് പ്രസിഡൻറ്റുമായിട്ടും അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സുമായിട്ട് സംസാരിക്കുന്നു. എന്നിട്ട് അവർക്ക് വെപ്പൺസ് കൊടുക്കാമെന്ന് പറയുന്നു. F-16 ആണെങ്കിൽ F-35 കൊടുക്കാമെന്ന് പറയുന്നു, തയ്യാറായിട്ടിരിക്കാൻ പറയുന്നു. വളരെ സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. അതായത് ഉർദുഗോൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി ടർക്കി പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ അടുത്തുള്ള 2 രാജ്യങ്ങളെ തയ്യാറെടുപ്പിക്കുന്നു. പെട്ടെന്നാണ് പിന്നെ ഉർദുഗോൻ്റെ സ്വരം മാറ്റുകയാണ്.
ടർക്കിയുമായി സ്വീഡനുമായിട്ടും ഗ്രീസുമായിട്ടും ഡിസ്കഷന് തയ്യാറാണ്, മുന്നോട്ട് പോകാൻ തയ്യാറാണ്. ഇതാണ് പ്രഷർ എന്ന് പറയുന്നത്. ഇതാണ് അമേരിക്കൻ പ്രഷർ ടാക്ടിക്സ് എന്ന് പറയുന്നത്. അവർ ഇസ്രായേലിനെ തൊടാൻ സമ്മതിക്കില്ല. വാർ എസ്കലേറ്റ് ചെയ്യുവാണെങ്കിൽ തന്നെയും അത് ഇറാൻ്റെ മേളിൽ പോകും. അത് അവസാനം ഞാൻ നേരത്തെ വീഡിയോയിൽ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ഈ വാറിൻ്റെ അവസാനം ഇറാനെ തീർത്തുകൊണ്ടായിരിക്കും ഈ വാറ് തീരുന്നത്. ഇത് എസ്കലേറ്റ് ചെയ്ത് മുഴുവൻ സ്പ്രെഡ് ചെയ്യുവാനുള്ള തയ്യാറെടുപ്പാണ് ഇറാനും ഈ ടർക്കിയും ശ്രമിക്കുന്നത്. ആ ശ്രമത്തിനെയാണ് ഗ്രീസിനെയും സ്വീഡനെയും ഉപയോഗിച്ച് ടർക്കിയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നത്. 2 നാറ്റോ രാജ്യം, ഈ 3 നാറ്റോ രാജ്യങ്ങളാണ്. ഇപ്പോഴത്തെ ഉർദുവാൻ്റെ ഏറ്റവും വലിയ ഡിമാൻഡ് എന്ത്? F-16 F-16 എയർക്രാഫ്റ്റിൽ അതിൻ്റെ അകത്ത് പലതും റിപ്പയർ ചെയ്യാനുണ്ട്, അത് മെയിൻ്റെനൻസ് ചെയ്യാനുണ്ട്. അതിൻ്റെ എക്യുപ്മെൻസും പാർട്സും കിട്ടുന്നില്ല. F-35 അമേരിക്ക കൊടുക്കുന്നത് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഉർദുഗോന്. അത് റിന്യൂ ചെയ്യണം. ഇത് രണ്ടും അമേരിക്ക എഗ്രി ചെയ്തിട്ടില്ല. അതായത് ഉർദുഗോന് ഇപ്പോൾ ഭയം തോന്നിത്തുടങ്ങി. കാരണം മറ്റുള്ള 2 രാജ്യങ്ങളെ തയ്യാറെടുപ്പിക്കുന്നു. അത് ഇറാനാണെങ്കിലും തിരിച്ചടിക്കുമെന്ന് പറയുന്നില്ല, തിരിച്ചടിക്കാൻ അവർക്കറിയാം. വാർ എസ്കലേറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് ഇറാൻ പിടിക്കുന്നിടത്തൊന്നും ഈ സംഭവം കിട്ടത്തില്ല എന്നറിയാം. കാരണം വീണ്ടും ഇസ്രായേൽ കയറി മേയുമെന്നറിയാം. ഈ അമേരിക്കൻ ബേസ് എന്ന് പറയുന്നത് ഈ അറേബ്യൻ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ, ഇപ്പം ഖത്തറിലുണ്ട്, അതേപോലെ തന്നെ ഫ്രാൻസിൻ്റെ ബേസ് ഉണ്ട് UAE, അത് ഇസ്രായേലിൻ്റെ ബേസ് ഉണ്ട് അബുദാബിയിൽ. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ ആ ബേസും ഉണ്ട്. ഇവർക്ക് വ്യക്തമായ, കാരണം ബഹ്റിനിലുണ്ട്. അപ്പം അറേബ്യൻ രാജ്യത്ത്, മിഡിൽ ഈസ്റ്റേൺ രാജ്യത്തു നിന്നുള്ള അറ്റാക്ക് തന്നെ ആയിരിക്കും ഇറാൻ നേരിടാൻ പോകുന്നത്. ഖത്തറിനും ഒരു വാൺ ചെയ്തു, ഞങ്ങൾ ഇറാനെ ഫൈറ്റ് ചെയ്യും. ഇറാൻ എന്തെങ്കിലും മുതിരുവാണെങ്കിൽ ദോഹയിൽ നിന്നുമായിരിക്കും ഇറാനെ അറ്റാക്ക് ചെയ്യുന്നത്. വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഈ രീതിയിലോട്ട് പോകുമ്പോഴാണ് ഉർദുഗോനെതിരെ പ്രഷർ ടാക്ടിക്സിൻ്റെ ഭാഗമായിട്ട് ഗ്രീസിനെയും സ്വീഡനെയും ചേർക്കുന്നത്. അപ്പം ഇത് മറ്റൊരു തലത്തിലോട്ട് പോവാണ് ഈ വാറിൻ്റെ രീതി. കാരണം എന്തെങ്കിലും എസ്കലേഷൻ നടക്കുവാണെങ്കിൽ ഉർദുഗോൻ എന്തെങ്കിലും അനാവശ്യമായ ഇടപെടിയിൽ ഈ വാറിൻ്റെ അകത്ത് പെട്ടെന്ന് പൊട്ടിത്തെറി ഉണ്ടാകുന്ന ചില വ്യത്യസ്തമായ ചെറിയ സംഭവങ്ങളായിരിക്കും, ചില മിസ്കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുന്നത്. പല വാറുകളും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ടർക്കിയെ അറ്റാക്ക് ചെയ്യണം. ഇതാണ് ഗ്രീസിനും സ്വീഡനും കൊടുത്തിരിക്കുന്ന ഉപദേശം. അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ അവർ കൊടുക്കും. കാരണം 2 നാറ്റോ രാജ്യങ്ങളാണ്. ഈ അമേരിക്കയുടെ വെപ്പൺസാണ് ഈ 2 രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം സ്വീഡനാണെങ്കിൽ നേരത്തെ ഇപ്പോൾ നാറ്റോയിലാകാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ സ്വീഡൻ ടെക്നിക്കലി നല്ല ആയുധങ്ങളുള്ള, നല്ല പട്ടാളമുള്ള ഒരു രാജ്യം തന്നെയാണ്. ഇവിടെയാണ് ഉർദുഗോൻ പെട്ടത്. അപ്പോൾ ഈ വിസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളോട് പറയാൻ അവർ പറഞ്ഞിട്ടുള്ളത്, അമേരിക്ക ഈ വാർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇത് സ്പ്രെഡാകാൻ സാധ്യതയുണ്ട് ഇറാനുമായിട്ട്. പക്ഷെ നിങ്ങൾ കരുതിയിരിക്കുക, നിങ്ങളുടെ സേഫ്റ്റി ഞങ്ങൾ ഏറ്റോളാം. പക്ഷെ നിങ്ങൾ എവിടെയും ഇടപെടേണ്ട ആവശ്യമില്ല. ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇറാനെ ഞങ്ങൾ തീർക്കും. ഇത് തന്നെയാണ് അമേരിക്ക കൊടുത്തിരിക്കുന്ന വാഗ്ദാനം. ഈ രീതിയിലോട്ടാണ് മിഡിൽ ഈസ്റ്റ് വാറുകളുടെ ഇപ്പോഴത്തെ ഒരു പോക്ക്. നാരദ ടോക്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ യൂട്യൂബ് ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കിട്ടുന്നതാണ്. ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. താങ്ക് യു.